വിറകടുപ്പിൽ വെച്ചിട്ട് വേവിച്ചെടുത്ത നല്ല അടിപൊളി നാടൻ രുചിയിലൊരു ബീഫ് വരട്ടിയതാണ് കേട്ടോ. ചെറിയുള്ളിയുടെ മണവും ടേസ്റ്റും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയൊരു ബീഫ് വരട്ടിയതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ആദ്യം ബീഫൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെക്കുക. ഇനിയിപ്പോൾ അടുപ്പിൽ തീ കത്തിച്ചിട്ട് വിറകൊക്കെ വെച്ചിട്ട് റെഡിയാക്കി എടുക്കണം കേട്ടോ. ഞാനിവിടെ അടുപ്പ് യൂസ് ചെയ്യലുണ്ട്, വിറകും ചകിരി നമ്മൾ ചോറൊക്കെ വെക്കുക. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഇത് അധികം യൂസ് ചെയ്യണത് തന്നെയാണ്. ബീഫ് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം വാർത്താൻ വെച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാണ് മൺചട്ടി കേട്ടോ. ഈ മൺചട്ടിയിൽ ഇട്ടിട്ടാണ് ഇന്ന് ബീഫ് വേവിച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് ഉലുവയാണ് ഇട്ടിടുന്നത്. ഇവിടെയൊക്കെ ബീഫ് വെക്കുമ്പോൾ കുറച്ച് ഉലുവ എന്തായാലും ഇട്ട് കൊടുക്കട്ടോ. ഉലുവേൻ്റെ ടേസ്റ്റ് നല്ല അടിപൊളിയാണ് ബീഫിലൊക്കെ ഇട്ട്. പിന്നെ ഉപ്പിട്ട് കൊടുത്തു, മുളകും പൊടി ഇട്ട് കൊടുത്തു, പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. എരിവിന് ആവശ്യമായിട്ട് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ഒരിത്തിരി മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി ഇതിൻ്റെ മുമ്പ് കുറച്ചും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു, 1 സ്പൂൺ നിറയെ ഇട്ട് കൊടുത്തതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇടുന്നത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി എത്രത്തോളം ഇടുന്നുണ്ടോ അത്രത്തോളം ടേസ്റ്റും ഉണ്ടാവും, ഗ്രേവിയും കിട്ടും കേട്ടോ. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ഇത്തിരി വലിയ ജീരകം കേട്ടോ. ഇത് പൊടിച്ച് വെച്ചതുണ്ടെങ്കിൽ ആ പൊടി ഇട്ട് കൊടുത്താലും മതി. ഇതിപ്പോൾ പൊടി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വലിയ ജീരകം ഇട്ട് കൊടുത്തത്. പിന്നെ ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ അതിലൊഴിച്ച് കൊടുത്തിട്ട് കൈയും കൊണ്ട് നന്നായിട്ട് തിരുമ്പി കൊടുക്കണം കേട്ടോ. ഇത് കൈയും കൊണ്ട് തന്നെ തിരുമ്പി കൊടുക്കണം. നമ്മൾ സ്പൂൺ വെച്ച് ഇങ്ങനെ തിരുമ്പി കൊടുത്താൽ ശരിയാവില്ല. അപ്പോൾ കൈയും കൊണ്ട് നന്നായിട്ട് തിരുമ്മിയെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് വെള്ളം കൂടെ അതിൽ ഞാൻ ഒഴിച്ച് കൊടുത്തു കേട്ടോ. ഒരിത്തിരി വെള്ളം, ഓവറായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. അതിൻ്റെ അടിഭാഗത്ത് നിൽക്കാൻ മാത്രം ഒരിത്തിരി വെള്ളം മതി. ഇനിയിപ്പോൾ അടുപ്പത്ത് വെച്ചിട്ട് അടച്ച് വെക്കുക. പിന്നെ തീയും കത്തിച്ച് ഫസ്റ്റ് ഇത് നല്ല തിളച്ച് വരുന്നത് വരെ നന്നായിട്ട് തീ കത്തിച്ച് കൊടുക്കുക. അങ്ങനെയാണ് വെച്ച് കൊടുത്തത്. അവിടെ നമ്മൾ ആ കുടുക്കിയിൽ വെള്ളമാണ് കേട്ടോ വെച്ച് കൊടുത്തത്. അപ്പോൾ തിളച്ച് വരും. പിന്നെ അത് തിളപ്പിച്ച് ആറിക്കഴിഞ്ഞിട്ട് ആ വെള്ളമാണ് ഞാൻ കുടിക്കാനൊക്കെ എടുക്കൽ. അടുപ്പത്ത് വെക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്യൽ. അപ്പോൾ ഇതിൽ കടന്ന് നന്നായി തിളച്ച് വരട്ടെ. കണ്ടോ, ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കുക. തീ ഇനി അധികം വല്ലാതെ ഓവറായിട്ട് കത്തിച്ചെടുക്കില്ല. ഈ ഒരു വെള്ളം ഇങ്ങനെ കുറഞ്ഞ് വരുന്നത് വരെ മതി തീ. പിന്നെ നമ്മൾ ആ ബീഫ് അതിൽ കടന്നിട്ട് തന്നെ വേവണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വെള്ളം വറ്റി തുടങ്ങുമ്പോൾ തന്നെ ഈ തീ അധികം കത്തിക്കാതെ തീ നമ്മൾ പിരിച്ചു വെക്കുക എന്ന് വെച്ചാൽ എന്താ പറയുക, കെടുത്തി വെച്ചാൽ പിന്നെ ആ കണലിൽ കടന്നിട്ട് ഈ ബീഫത്തെ വെള്ളം അങ്ങനെ വറ്റി ആ ഉള്ളിയൊക്കെ നല്ല ഗ്രേവി ആയിട്ട് ലാസ്റ്റ് അങ്ങനെ അങ്ങോട്ട് വരും കേട്ടോ. കണ്ടോ, ഇപ്പോൾ അത്യാവശ്യത്തിന് വെള്ളം അതിൽ തന്നെ വന്നു. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൽ തന്നെ നന്നായിട്ട് വെള്ളം വന്നത് കണ്ടോ. ഇനിയിപ്പോൾ അതൊക്കെ അതിൽ കടന്ന് തന്നെ വറ്റിയിട്ട് ഈ വെള്ളത്തിൽ കടന്ന് തന്നെ ആ ബീഫ് വെന്ത് വരണം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം ഇത് അടിയിൽ കരിഞ്ഞ് പിടിച്ചാൽ പിന്നെ സ്പൂണും കൊണ്ട് നമുക്ക് എങ്ങനെ ഒരു സ്മെല്ല് വരും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കണ്ടോ. ഇപ്പോൾ ലാസ്റ്റായി. പിന്നെ ഞാൻ അധികം തീ കത്തിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. തീ ആ കണലത്ത് വെച്ചിട്ടാണ് പിന്നെ വേവിച്ചെടുത്തത്. ഈ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്.
ഇതിൽ ലാസ്റ്റ് കറിവേപ്പില ഇടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഈ എണ്ണയില്ലേ, എണ്ണയും ഈ ബീഫിലുള്ള ചെറിയ നെയ്യും ഒക്കെ തെളിഞ്ഞ് വരില്ലേ, കണ്ടോ? അങ്ങനെ തെളിഞ്ഞിങ്ങോട്ട് വരും. ഈ ബീഫ് പാകമായാൽ, വേവ് പാകമായി വന്നാൽ ഈ എണ്ണ തെളിഞ്ഞ് വരുന്ന കണ്ടോ ലാസ്റ്റ് അങ്ങനെ വരും. ഈ സമയത്ത് ഇനി നമ്മൾ ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കുക കേട്ടോ. ഇതിപ്പോൾ നമുക്ക് കുക്കറിൽ വേണമെങ്കിലും ഇങ്ങനെ വേവിച്ചെടുക്കാം കേട്ടോ. മറ്റേ നമ്മൾ ഇടുന്ന മസാല എല്ലാം ഇട്ട് കൊടുത്തിട്ട് കുക്കറിൽ ബീഫിൻ്റെ വേവിനനുസരിച്ചിട്ട് എത്ര വിസിലാന്ന് വെച്ചാൽ അങ്ങനെ അടുപ്പിച്ചെടുത്താലും മതി. ഇതിപ്പോൾ ഞാൻ അടുപ്പിൽ വെക്കണ രീതി എങ്ങനെയെന്നും നമ്മളവിടെ എങ്ങനെ വെക്കണതെന്നും കാണിച്ചു തന്നാണ് കേട്ടോ. അപ്പോൾ ഇതാ ബീഫ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ അടുപ്പിൽ ചെറിയ ഉള്ളി ഇട്ട് നമ്മൾ കുറഞ്ഞ മസാലയൊക്കെ ഇട്ടുകൊണ്ട് സിമ്പിളായിട്ട് വെക്കാൻ പറ്റിയൊരു രീതിയാണ് ഞാൻ കാണിച്ചത്. ഇതിപ്പോൾ ബീഫ് എല്ലാവരും വെക്കണത് തന്നെ ആവും, പക്ഷേ നമ്മളിവിടെ എങ്ങനെ വെക്കണമെന്നുള്ളത് കാണിച്ചു തന്നതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. ആദ്യമൊക്കെ എപ്പോഴും വിറകടുപ്പിൽ ഇങ്ങനെയാണ് വെച്ച്, ഇപ്പൊക്കെ എല്ലാവരും കുക്കറിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുക. പക്ഷേ കുക്കറിൽ വെച്ചാൽ ഇത്ര ടേസ്റ്റ് കിട്ടും തോന്നണില്ല കേട്ടോ. ഞാൻ രണ്ടും പരീക്ഷിച്ച് നോക്കണതാണ്. പെട്ടെന്നൊക്കെ വേവണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. പക്ഷേ എന്തായാലും വിറകടുപ്പിൽ ഈ മൺകലത്തിൽ വെച്ചിട്ടുള്ള ബീഫിന് വേറൊരു രുചി തന്നെയാണ്. പിന്നെ അധികം വലിയുള്ളിയും തക്കാളിയും ഒന്നും ഇടാത്ത ഈ ഒരു ബീഫിൻ്റെ രുചി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.